ആലപ്പുഴയിലെ സഖാക്കൾക്ക് മുന്നറിയിപ്പുമായി പിണറായി വിജയൻ. ആലപ്പുഴയിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ലെന്ന് പ്രതിനിധി സമ്മേളനത്തിൽ മുഖ്യമന്ത്രി പറയുകയുണ്ടായി. വിഭാഗീയത നടത്തുന്നവർക്ക് പിന്തുണ കിട്ടുമെന്ന് കരുതരുതെന്നും വോട്ട് ചോർച്ചയിൽ സംഘടനാപരമായ പരിശോധന നടന്നില്ല എന്നും വിമർശനവും ഉയർന്നിട്ടുണ്ട്. നിഷ ദിലീപ് വിവരങ്ങളുമായി ചേരുന്നു. നിഷ, ഒടുവിൽ ഗതികെട്ട് മുഖ്യമന്ത്രി ഇടപെടുകയാണോ? ഹലോ, CPM-ന്റെ ജില്ലാ സമ്മേളനം ഹരിപ്പാട് നടക്കുകയാണ്. 3 ദിവസവും പിണറായി വിജയൻ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. മുഖ്യമന്ത്രിയുമുണ്ട്, ഒപ്പം തന്നെ CPM സംസ്ഥാന സെക്രട്ടറിയും 3 ദിവസത്തെ സമ്മേളനത്തിലും പങ്കെടുക്കുന്നുണ്ട്. പല കാര്യങ്ങൾ കൊണ്ടാണ് ഈ രണ്ടുപേരും ആലപ്പുഴയിൽ ഈ 3 ദിവസവും സമ്മേളനത്തിൽ മുഴുവൻ സമയവും പങ്കെടുക്കുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് എന്ന് പറയുന്നത് വിഭാഗീയതയാണ്. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഏറ്റവും കൂടുതൽ CPM-ൽ ഏറ്റവും കൂടുതൽ വിഭാഗീയത ഉള്ള സ്ഥലങ്ങളിലൊന്നാണ് ആലപ്പുഴ. അതുകൊണ്ട് തന്നെ ഇപ്പോൾ പ്രതിനിധി സമ്മേളനം നടക്കുകയാണ് ഹരിപ്പാട്. ആ പ്രതിനിധി സമ്മേളനത്തിലാണ് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് പ്രതിനിധികൾക്ക് വന്നിരിക്കുന്നത്. ആലപ്പുഴയിൽ വിഭാഗീയത അവസാനിച്ചിട്ടില്ല എന്ന് തന്നെയാണ് മുഖ്യമന്ത്രി പറയുന്നത്. വിഭാഗീയത നടത്തുന്നവർക്ക് ഏതെങ്കിലും ഒരു നേതാവിന്റെ പിന്തുണ കിട്ടുമെന്ന് ആരും കരുതേണ്ട. നഷ്ടപ്പെട്ടു പോയ വോട്ട് തിരിച്ചുപിടിക്കാൻ ശക്തമായി പ്രവർത്തിക്കണം. ഒപ്പം തന്നെ വോട്ട് ചോർച്ചയിൽ സംഘടനാപരമായ പരിശോധന നടന്നിട്ടില്ലെന്നും മുഖ്യമന്ത്രി വിമർശിച്ചിട്ടുണ്ട്. മാത്രമല്ല, വലതുപക്ഷ മാധ്യമങ്ങളാണ് ഏറ്റവും കൂടുതൽ CPM-നെ കടന്നാക്രമിക്കുന്നതെന്നും ഇല്ലാത്ത കാര്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് അവരാണെന്നും ഉള്ള ഒരു കാര്യം പിണറായി വിജയൻ ഉദ്ഘാടന സമ്മേളനത്തിൽ അടക്കം പറയുകയുണ്ടായി. എന്തായാലും വലതുപക്ഷ മാധ്യമങ്ങളെ പ്രതിരോധിക്കാൻ ദേശാഭിമാനിയുടെ പ്രചാരണം ഊർജിതമാക്കണം എന്നാണ് പ്രതിനിധികൾക്ക് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്, അല്ലെങ്കിൽ നിർദ്ദേശം നൽകിയിരിക്കുന്നത്. എന്തായാലും സഖാക്കൾക്ക് മുഖ്യമന്ത്രിയുടെ മുന്നറിയിപ്പ് വന്നിട്ടുണ്ട്. ആരെങ്കിലും വിഭാഗീയതയുടെ ചൂട് പിടിച്ച് ആരെങ്കിലും പോകുന്നുണ്ടെങ്കിൽ ഒരു നേതാവിന്റെയും പിന്തുണ കിട്ടുമെന്ന് കരുതരുത് എന്നാണ് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. നമുക്കറിയാം, കായംകുളം അടക്കമുള്ള സ്ഥലങ്ങളിൽ ഇപ്പോഴും CPM-ൽ നിന്നും കൊഴിഞ്ഞുപോക്കാണ്. കഴിഞ്ഞ ദിവസം കായംകുളത്ത് ഏതാണ്ട് 218 പേരോളം CPM പ്രവർത്തകർ BJP-യിലേക്ക് വന്നിരുന്നു. BJP-യിൽ ഉണ്ടായിരുന്ന BJP-യുടെ ജില്ലാ പഞ്ചായത്ത് അംഗമൊക്കെ ആയ ബിപിൻ സി ബാബു BJP-യിൽ ചേർന്നു. ബിപിൻ സി ബാബുവിന് പിന്നാലെയാണ് കായംകുളത്ത് CPM-ൽ വലിയൊരു കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കായംകുളത്ത് മാത്രമല്ല, കുട്ടനാട്ടിലും ഒക്കെ തന്നെ ഇപ്പോഴും CPM-ൽ നിന്നും കൊഴിഞ്ഞുപോക്ക് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. കടുത്ത വിഭാഗീയത നിലനിർത്തുന്ന ഒരു പ്രദേശമാണ് കായംകുളവും ഒപ്പം തന്നെ കുട്ടനാടും എല്ലാം. എന്തായാലും ആ കാര്യം കൃത്യമായും നേതാക്കന്മാർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. ഈ സമ്മേളനത്തിന്റെ ഒരു മുഖ്യ ലക്ഷ്യം തന്നെ എന്ന് പറയുന്നത് വിഭാഗീയതയ്ക്ക് തടയിടുക, ഒപ്പം തന്നെ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന ഒരു സംവിധാനങ്ങളും വെച്ചു പൊറുപ്പിക്കില്ല എന്ന ജില്ലാ നേതൃത്വവും സംസ്ഥാന നേതൃത്വവും ഒക്കെ മുന്നറിയിപ്പ് നൽകുന്ന ഒരു സാഹചര്യത്തിലാണ് മുഖ്യമന്ത്രിയും സംസ്ഥാന സെക്രട്ടറിയും ഈ ആലപ്പുഴ ഹരിപ്പാട് നടക്കുന്ന ജില്ലാ സമ്മേളനത്തിൽ പങ്കെടുക്കുന്നത്. എന്തായാലും മുഖ്യമന്ത്രി ഇപ്പോൾ ഈ പ്രതിനിധി സമ്മേളനം നടന്നുകൊണ്ടിരിക്കുകയാണ്. ആ പ്രതിനിധി സമ്മേളനത്തിന്റെ തുടക്കത്തിൽ തന്നെ കൃത്യമായി പ്രതിനിധികൾക്ക് മുഖ്യമന്ത്രി മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നു. ഒരു തരത്തിലുള്ള വിഭാഗീയതയും വെച്ചുപൊറുപ്പിക്കില്ല. വിഭാഗീയതയ്ക്ക് കൂട്ടുപിടിക്കുന്ന അല്ലെങ്കിൽ വിഭാഗീയതയ്ക്ക് ചുവടുപിടിക്കുന്ന ആർക്കും ഒരു നേതാവിന്റെയും പിന്തുണ ലഭിക്കില്ല എന്ന് ആദ്യം തന്നെ ഒരു താക്കീതായിട്ടാണ് മുഖ്യമന്ത്രി ഇപ്പോൾ പ്രതിനിധി സമ്മേളനത്തിൽ പറഞ്ഞിരിക്കുന്നത്. അനു, ശരി നിഷ. ഇടവേള.